ഒളപ്പരപ്പിലെ ഒളിമ്പിക്സായ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ജലമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ. പുന്നമടയിൽ നെഹ്റു ട്രോഫി ജലമേള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 71 കളിവള്ളങ്ങളാണ് ഇക്കുറി മാറ്റിയിരിക്കുന്നത്. ഇവരുമായി അരുൺ കൊടുങ്ങൂരും സുധീഷ് ഗോപാലും ചേരുകയാണ്. അരുൺ, സുധീഷ്, ഇവിടെ ജലമാമാങ്കത്തിനുള്ള ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ആ ഓളപ്പരപ്പിലെ ആവേശത്തിന് അത്രത്തോളം ആവേശ കാഴ്ചയൊരുക്കാൻ ആളുകൾ ഇങ്ങനെ തെങ്ങി നിറഞ്ഞ കാഴ്ചയാണ്. എപ്പോഴായിരിക്കും ഔദ്യോഗികമായ ഉദ്ഘാടനം? മറ്റ് മത്സരത്തിന്റെ മറ്റ് വിവരങ്ങൾ കൂടി. എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ആ വള്ളംകളി പ്രേമികളൊന്നാകെ, മലയാളക്കരയിലെ വള്ളംകളി പ്രേമികളൊന്നാകെ ആ നിമിഷത്തിലായി, ആദ്യ തുഴ വീഴാനുള്ള ആ നിമിഷത്തിലായുള്ള കാത്തിരിപ്പിലാണ്. വലിയ ആവേശത്തോടെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഗാലറിയിലേക്കൊക്കെ തന്നെ ഈ വള്ളംകളി പ്രേമികളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. വലിയൊരു ആവേശത്തോടെ തന്നെയല്ലേ 11 മണിക്ക് ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തോടെയാണ് ഈ നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് തുടക്കമാവുന്നത്. 72ാമത് നെഹ്റു ട്രോഫി ജലമേളയാണ്. അതിൽ ഈ ചെറുവള്ളങ്ങളുടെ മത്സരം ഉച്ചയ്ക്ക് മുമ്പ് രാവിലെ 11 മണിയോടെ ആരംഭിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഉദ്ഘാടന സദസ്സ്. ഇപ്പം നിരവധി പേർ ഇതിനോടകം തന്നെ ഈ വെയിലും വലിയ ചൂടുമൊക്കെയാണ് ഇവിടെ, പക്ഷേ അത് ഒന്നും ഗവനിക്കാതെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എവിടുന്ന? മേപ്പാടത്തുനിന്നാണ്. ഞാൻ മണിക്കര മേൽപ്പാടത്തുനിന്നാണ്. ഞങ്ങളുടെ മേൽപ്പാടം ചുണ്ടനാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷവും പൊള്ളാത്തുരുത്തി തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്കാണെങ്കിൽ ഒരു വിജയം കൈവരിക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ വർഷം അതിലും കരുത്തായിട്ട് പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, ഈ പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇവിടെ ആണെങ്കിൽ ഫൈനലിൽ വന്ന് 4 മിനിറ്റ് 14 സെക്കൻഡ് 18 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യും. അപ്പം വിജയം ഉറപ്പിക്കും. വെള്ളിക്കപ്പ് മേപ്പാടം 100% ഞങ്ങൾ കൊണ്ടുപോകും. പൊള്ളാത്തുരുത്തിയും നിസ്സാരക്കാരൊന്നുമല്ല. കഴിഞ്ഞ 5 തവണ അടുപ്പിച്ച് ജയിച്ച ടീമാണ്. കഴിഞ്ഞ തവണ അഭാരത്തേക്ക് അടിക്കേണ്ട സ്ഥാനത്ത് ചില പാകപ്പിഴകൾ വന്നുകൊണ്ട് പൊള്ളാത്തുരുത്തിക്ക് അവിടെ ഒരു പരാജയം വന്ന് അതിൻ്റെ ഇതിൻ്റെ മുൻവർഷങ്ങളിൽ കാരിക്കാലെടുത്ത സമയത്തിനെക്കാളും കുറഞ്ഞ സമയത്തിൽ റെക്കോർഡ് വേഗത്തിൽ ഈ പ്രാവശ്യം പൊള്ളാത്തുരുത്തി ആലപ്പുഴ പുന്നമടക്കായലിൽ ഫിനിഷ് ചെയ്തിരിക്കും. ചേട്ടനും മേപ്പാടത്ത് തന്നെ. എന്താണ് പ്രതീക്ഷ? മേപ്പാടമല്ല, ഞാൻ നിരണമാണ്. നിരണത്തൊന്ന് 2 ചൂണ്ടൽ. നിരണത്തിൽ ഇപ്രാവശ്യം 2 ചൂണ്ടലുണ്ട്. നിരണവും പുണ്യവാളം നിരണവും. പുണ്യവാളം നിരണം ആദ്യമായിട്ട് കളിക്കുകയാണ്. പക്ഷേ നിരണം 4ാമത്തെ അല്ല 5ാമത്തെ പ്രാവശ്യമാണ് കളിക്കുന്നത്. കോട്ടയത്തു നിന്നുള്ള ടീമാണ്? ഇല്ല, NBC തന്നെ, ഞങ്ങളുടെ ടീം തന്നെ. ഞങ്ങളുടെ പുണ്യവാളൻ KTC ആണ്. കുമരകം ടൗൺ ബ്ലോക്ക് ബോട്ട് ക്ലബ്ബാണ് ഇത് പുണ്യവാളൻ നിരണം തുഴയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കപ്പ് നിരണം തന്നെ അടിക്കും. നിരണത്തിലാണ് കപ്പടിക്കാനുള്ള ചാൻസ് ഈ പ്രാവശ്യം ഉള്ളത്. 4 മിനിറ്റ് 14 സെക്കൻഡ് 18 സെക്കൻഡിനകം മേപ്പാടം വള്ളം ഫിനിഷ് ചെയ്തെങ്കിൽ ഈ ജനം TV എനിക്ക് എന്തു തരും? റെക്കോർഡ് ഇടുവെന്നാണ് പറഞ്ഞത് വേഗത്തിന്റെ. ചേട്ടന്റെ എന്താ പ്രതീക്ഷ? എന്റെ വീട് മേപ്പാടം വള്ളം ജയിക്കണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷെ എല്ലാവർക്കും പ്രതീക്ഷയാണ്. 8-9 വള്ളം പ്രതീക്ഷയോടുകൂടായിരുന്നു. കോടികളും സപ്പോർട്ട് ഇല്ലാതെ അരോമ ജയിക്കുമെന്നാണ് അവര് പറയുന്നത്. ആരും തോക്കുന്ന ആരും പറയുന്നില്ല. ഈ 22 വള്ളവും ജയിക്കാന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് 22 വള്ളം ജയിക്കത്തില്ല. ആരും ഒരു വള്ളം ജയിക്കത്തുള്ളൂ. ഞങ്ങളുടെ വള്ളം ജയിക്കണത് ഞങ്ങൾ പറയത്തുള്ളൂ. അല്ല മറ്റുള്ള വള്ളം ജയിക്കാൻ ഞങ്ങൾ പറയത്തില്ല. ഞങ്ങളുടെ വള്ളം ഈ പ്രാവശ്യം കപ്പടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. മേപ്പാടത്തിന്റെ നല്ല ട്രയലും ഒക്കെ ആയിരുന്നു പ്രതീക്ഷിക്കുക. നിരണവും നല്ല പെർഫോമൻസ് ആണ്. 10ലധികം ചുണ്ടൻ വള്ളങ്ങൾ ഒന്നാമതെത്താൻ യോഗ്യരായിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഭാഗ്യം. 4 മിനിറ്റ് 14 സെക്കൻഡ് 18 സെക്കൻഡ് അതായത് 18 സെക്കൻഡ് ജയിച്ചാൽ ജനം TV തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്തറിയോ? ഞങ്ങളുടെ കാര്യം ഒന്നടങ്കം സ്വന്തം മക്കളെ നോക്കാതെ മേപ്പാടം ചുണ്ടന്റെ പേര് മുഴുവൻ ചെയ്തേക്കുവാണ്. 2 കോടി രൂപയും മേൽ ചെലവുണ്ട്. ഞങ്ങളുടെ കരക്കാട് കൊടുക്കുന്നതിൽ എല്ലാ വെള്ളവും 1.5 കോടി 2 കോടി രൂപ ചെലവാക്കിയാണ് ഒരു സീസണിൽ കളിക്കുന്നത്. 18 സെക്കൻഡ് മുമ്പിൽ കാരിച്ചാന്റെ ഹാർട്ടിലേക്ക് അടിച്ചുപട കളഞ്ഞിരിക്കുന്നത്. വലിയ അവകാശവാദങ്ങളാണ് മേൽപ്പാടം ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ നിരണവും അവർ ആദ്യമായി കന്നിക്കപ്പ് നേടും എന്ന് പറയുന്നു. ഇവര് വലിയ ഇടവേളയ്ക്ക് ശേഷം കോട്ടയം നാട്ടകത്തുനിന്ന് വന്ന എന്താണ് പ്രതീക്ഷ? കപ്പും കൊണ്ടുപോകുമെന്നാണോ? ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും തീർച്ചയായിട്ടും. അവർ നല്ല തുഴച്ചിലും നല്ല പ്രകടനം ഈ പ്രാവശ്യം കാഴ്ചവെക്കുന്നത്. എന്താ ഈ നാട്ടകത്തിന് ഇത്ര ഒരു ഗ്യാപ്പ് വന്നത്? വലിയൊരു ഇടവേളയ്ക്ക് എന്ന് പറഞ്ഞാൽ അവര് ഈ പ്രാവശ്യം അവിടുത്തെ ടീമെല്ലാം ഒത്തൊരുമിച്ച് നല്ലൊരു ടീമിനെ ഈ പ്രാവശ്യം വാർത്തെടുത്തു.
അതാണ്. ട്രയലൊക്കെ കണ്ടിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടു. ചെറുതന ചുണ്ടനയിലാണ്. അതെ 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 അതെ, ചെറുതനത്തോട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ വന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നോ നെഹ്റു ട്രോഫി കാണാൻ? അതെ. ചേച്ചിക്ക് എന്താണ് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ശതമാനം നാട്ടകം കൊണ്ടുപോകുന്നുള്ളതാണ്. അതെ അതെ. ഇതുപോലെയാണ് ഓരോ ടീമുകളും അവരുടെ ക്ലബ്ബ് വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ട്രയലൊക്കെ മികച്ചതായിരുന്നു. ഞാൻ ഇപ്പോഴും വീണ്ടും ആലോചിക്കുന്ന ഒരു ആ സെക്കൻഡ് വരെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവേശം അത് തന്നെയാണ്. അത് മേപ്പാടത്തെ അമ്മാവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് 18 സെക്കൻഡ് കൊണ്ട് ഇവിടെ റെക്കോർഡിട്ട് വിജയിക്കും എന്നതാണ് പറയുന്നത്. എന്തു തന്നെയായാലും നോക്കിക്കാണണം. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ 3:30 ആരംഭിക്കും. ആരംഭിച്ചാൽ ആദ്യം ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സിൽ 22 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും വേഗത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിലേക്ക് വരിക. അതിന് പ്രവചിക്കപ്പെടുന്ന 10-ലധികം ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ട് എന്നതാണ് ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫിയുടെ വീറും വാശിയും എല്ലാം വർദ്ധിപ്പിക്കുന്നത്. അത് ആരാകുമെന്നത് ഇനിയും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരു ആവേശത്തിൽ വലിയ അവകാശവാദങ്ങളാണ് ഓരോ കരയിൽ നിന്നും എത്തുന്നവർ കാണിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആവേശകരമായി ഈ മണിക്കൂറിൽ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ആവേശകരമായുള്ള കാഴ്ചകൾ ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഓരോ കരയുടെ അഭിമാനമാണ്, ഓരോ ക്ലബിന്റെ അഭിമാനമാണ്. അവരിതാ ഓരോ കുമരകം ബോട്ട് ക്ലബിന്റെ കുമരകം ടൗൺ ഏറ്റവും മനോഹരമായുള്ള കാഴ്ച ഈ നിരണം പുണ്യാളിലാണ് തുടരുന്നത്. KTBC അതായത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നിരവധി തവണ ഹാട്രിക് അടക്കം നെഹ്റു ട്രോഫിയിൽ നേടിയിട്ടുള്ള ക്ലബ്ബാണ്. അത് ഈ ഏറ്റവും പുതിയ ചുണ്ടൻ. ഈ വർഷം ഏറ്റവും അവസാനമായി നീരണിഞ്ഞ ചുണ്ടനാണ് ഈ നിരണം പുണ്യാളൻ. നിരണത്ത് നിന്ന് തന്നെ മറ്റൊരു നിരണം ചുണ്ടനുമുണ്ട്. അവർ തമ്മിൽ പോലും വലിയ വാശിയോടെയാണ് ഇത്തവണ നെഹ്റു ട്രോഫിയെ കാണുന്നത്. ആ രീതിയിൽ ഒരു കരയിൽ തന്നെ 2 ചുണ്ടൻ വലിയ വാശി അത്തരത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ചെറുവള്ളങ്ങളൊക്കെ തന്നെയും വെപ്പ് വള്ളങ്ങൾ അടക്കം ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. മറ്റ് ഇരുട്ടൂത്തി അടക്കമുള്ളവർ പലതവണ ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവ എല്ലാം 11 മണിയോടെ തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 ഉദ്ഘാടന സഭ. ഉദ്ഘാടന സഭയ്ക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളോടെ ഈ നെഹ്റു ട്രോഫിയിലെ ഏറ്റവും തീവാറുന്ന മത്സരങ്ങൾ ആരംഭിക്കുകയായി. അത് കഴിഞ്ഞാൽ ചെറുവള്ളങ്ങളുടെ ശേഷിക്കുന്ന ഹീറ്റ്സും ഫൈനലും നടക്കും. പിന്നീടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിലേക്ക് ലൂസേഴ്സ് ഫൈനൽ നടക്കും. നിരവധി ലൂസേഴ്സ് ഫൈനൽ തന്നെ. ആ ലൂസേഴ്സ് ഫൈനലിനും വലിയ പ്രസക്തിയുണ്ട്. കാരണം CBL-ലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 9 ചുണ്ടൻ വള്ളങ്ങൾ അത് നെഹ്റു ട്രോഫിയിലെ ആദ്യ 9 സ്ഥാനത്തെത്തുന്ന ചുണ്ടൻ വള്ളങ്ങളാണ്. അവർക്ക് പ്രത്യേകം പ്രൈസും മറ്റുമുള്ളതാണ്. അതൊക്കെ കൊണ്ട് തന്നെ അതിനും വലിയ വാശിയോടെയുള്ള പോരാട്ടം ഇന്ന് പുന്നമടയിൽ നടക്കും എന്നത് തന്നെയാണ് KP എടുത്തു പറയേണ്ടത്. സർദിനാണ് ജലമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ. പുന്നമടയിൽ നെഹ്റു ട്രോഫി ജലമേള ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഔദ്യോഗികമായി തന്നെ ഉദ്ഘാടനം ചെയ്യും. 71 കളിവള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. വിശദാംശങ്ങളാണ് അരുൺ കൊടുങ്ങൂരും സുധീഷ് ഗോപാലും നൽകിയത്.